ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ബിസിനസ് ഇൻഫർമേഷൻ ആൻഡ് എക്കണോമിക് സിസ്റ്റത്തിൽ ഒരു പോർഷനാണ്, ഒരു ചെറിയ പോർഷനാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിയത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനാണ്. അതിൽ ഫസ്റ്റ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് നമ്മൾ പറഞ്ഞു, സെക്കൻഡ് പാർട്ണർഷിപ്പിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒരു പോർഷനാണ് ഏതെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ണേഴ്സ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ 12ാമത്തെ ക്ലാസ്സാണ് ഏതെന്ന് പറയുന്നത് ഈ ഒരു ടൈപ്സ് ഓഫ് പാർട്ണേഴ്സ് എന്ന് പറയുന്നത്. അപ്പം മെയിനായിട്ടും 6 ടൈപ്പ് പാർട്ണേഴ്സാണ് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് ആക്റ്റീവ് പാർട്ണറുണ്ട്, ഓക്കെ, സ്ലീപ്പിംഗ് ഓർ ഡോർമെൻറ്റ് പാർട്ണറുണ്ട്, സീക്രട്ട് പാർട്ണറുണ്ട്, നോമിനൽ പാർട്ണറുണ്ട്, പാർട്ണർ ബൈ എസ്റ്റോപ്പിളുണ്ട്, പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് ഉണ്ട്. ഓക്കെ, അങ്ങനെ 6 ഉള്ളത്. ഏതെങ്കിലും ഒരു മാർക്കിന് ചോദിക്കാം, എന്താ പാർട്ണർ ബൈ എസ്റ്റോപ്പിളെന്നോ അല്ലെങ്കിൽ പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്താണെന്നോ അല്ലെങ്കിൽ ഡോർമെൻറ്റ് പാർട്ണർ എന്താണെന്നൊക്കെ ചോദിക്കാം. അപ്പം എന്താണെന്നുള്ളത് നോക്കി വെച്ചേക്കണം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് പാർട്ണർ, പേരിൽ തന്നെയുണ്ട്, ഹൂ ടേക്ക് ആക്റ്റീവ് പാർട്ട് ഇൻ ദി ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓഫ് ദി ഫേം. അപ്പം എന്താണ് നമ്മൾ പാർട്ണർഷിപ്പിൽ പറഞ്ഞു, അവിടുത്തെ ഇൻഡിവിജ്വലിനെ നമ്മൾ പറയുന്ന പേരാണ് പാർട്ണർ എന്ന്. അപ്പം അവിടുത്തെ പാർട്ണർ എന്ത് ചെയ്യാണ്, അവിടെ ഫേമിൻ്റെ ആക്ടിവിറ്റീസിൽ നല്ല ആക്റ്റീവായിട്ട് എന്ത് ചെയ്യുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നെങ്കിൽ അവരെയാണ് എന്തെന്ന് പറയുന്നത് ആക്റ്റീവ് പാർട്ണർ എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ ഹി ക്യാൻ കോൺട്രിബ്യൂട്ട് ദി ക്യാപിറ്റൽ ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി മാനേജ്മെൻറ്റ് ഓഫ് ദി ഫേം ആൻഡ് ഷെയർ ഇറ്റ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ആൻഡ് ആൾസോ ഹിസ് ലയബിലിറ്റി ഈസ് ഓൾവേസ് അൺലിമിറ്റഡ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള പാർട്ണറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആക്റ്റീവ് പാർട്ണർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ആക്റ്റീവ് പാർട്ണർ എന്ന് പറഞ്ഞാൽ ഹൂ ടേക്ക് ദി ആക്റ്റീവ് പാർട്ട് ഇൻ ദി ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ. അപ്പോൾ ആക്ടിവിറ്റിയിൽ നല്ല ആക്റ്റീവായിട്ട് എന്ത് ചെയ്യുകയാണ്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെയാണ് ആക്റ്റീവ് പാർട്ണർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേതാണ് എന്തെന്ന് സ്ലീപ്പിംഗ് ഓർ ഡോർമെൻറ്റ് പാർട്ണർ. ഓക്കെ, എന്താ ഡോർമെൻറ്റ് പാർട്ണർ എന്ന് ഒരു മാർക്കിന് ചോദിക്കുക. അപ്പോൾ ഒരു പാർട്ണർ ഹു ഡസ് നോട്ട് ടേക്ക് ആക്റ്റീവ് പാർട്ട് ഇൻ ദി ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ഒരു ഫേമിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു ആക്റ്റീവ് പാർട്ടും എടുക്കുന്നില്ല, അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡോർമെൻറ്റ് പാർട്ണർ എന്ന് പറയുന്നത്. അപ്പോൾ സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാരണം പേരിൽ തന്നെയുണ്ട് സ്ലീപ്പിംഗ് ആണ് എന്ന് വെച്ചാൽ ഒരു ആക്റ്റീവ് റോളും ഇല്ല. ബട്ട് ഡോർമെൻ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഒരു മാർക്കിന് ചോദിക്കുമ്പം എന്താണ് ഡോർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഹു ഡസ് നോട്ട് ടേക്ക് ആക്റ്റീവ് പാർട്ട് ഇൻ ദി ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓഫ് ദി ഫേം. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യാണ്, കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റും ലോസും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, പാർട്ടിസിപ്പേറ്റ് ഇൻ ദി മാനേജ്മെൻറ്റ് ഓഫ് ദി ഫേം എന്ന് പറയുന്ന ഒരു പോർഷൻസ് ആര് ചെയ്യുന്നില്ല, നമ്മളെ ഡോർമെൻറ്റ് പാർട്ണർ ചെയ്യുന്നില്ല. പക്ഷേ ആക്റ്റീവ് പാർട്ണർ എന്താ ചെയ്യുന്നത്, അവർ എന്ത് ചെയ്യുന്നു, പാർട്ടിസിപ്പേറ്റ് ഇൻ ദി മാനേജ്മെൻറ്റ് ഓഫ് ദി ഫേം. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് സീക്രട്ട് പാർട്ണർ. സീക്രട്ട് പാർട്ണർ എന്ന് പറഞ്ഞാൽ ഹു ഡോസ് നോട്ട് വാണ്ട് ടു റിവീൽ ഹിസ് അസോസിയേഷൻ വിത്ത് ദി ഫേം. അപ്പം പബ്ലിക്കിൻ്റെ അടുത്ത് ഒരു ഫേമിലെ പാർട്ണറാണ് എന്ന് റിവീൽ ചെയ്യാൻ ആഗ്രഹമില്ലാത്ത വ്യക്തിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സീക്രട്ട് പാർട്ണർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് അവർ എന്ത് ചെയ്യുന്നു, കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ, അതുപോലെ മാനേജ്മെൻറ്റ് ഓഫ് ദ ഫേമിൽ സീക്രട്ടായിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അതുപോലെ പ്രോഫിറ്റും ലോസും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ഓക്കെ, അതാണ് സീക്രട്ട് പാർട്ണർ, പേരിൽ തന്നെയുണ്ട്, ഡസ് നോട്ട് റിവീൽ ദി അസോസിയേഷൻ ഓഫ് ദി ഫേം ടു ജനറൽ പബ്ലിക്കിൻ്റെ അടുത്താണ് എന്ത് ചെയ്യുന്ന അവർ റിവീൽ ചെയ്യാത്ത, അല്ലാതെ അവിടെയുള്ള പാർട്ണേഴ്സിനും ബാക്കിയുള്ള ആൾക്കാർക്കും അറിയാം ആരാണെന്ന്, അവിടുത്തെ പാർട്ണറാണെന്ന് അറിയാം. അങ്ങനെയുള്ളവരെയാണ് എന്തെന്ന് പറയുന്നത് സീക്രട്ട് പാർട്ണർ എന്ന് പറയുന്നത്. നാലാമത്തെ ടൈപ്പ് പാർട്ണറാണ് നോമിനൽ പാർട്ണർ എന്ന് പറയുന്നത്. നോമിനൽ പാർട്ണർ എന്ന് പറഞ്ഞാൽ ഈസ് എ നോട്ട് കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ ആൻഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി മാനേജ്മെൻറ്റ് ഓഫ് ദി ഫേം. നമ്മുടെ ഫേമിൻ്റെ ഒരു ഫോമിൽ അവിടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുമില്ല, അതുപോലെ തന്നെ അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ ഒന്നും ഒരു പാർട്ടിസിപ്പേഷനും ഇല്ലാത്ത വ്യക്തിയാണ് ഏതെന്ന് പറയുന്നത് നോമിനൽ പാർട്ണർ എന്ന് പറയുന്നത്. നമുക്ക് കോസി പാർട്ണർ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഇൻഡിവിജ്വലിൻ്റെ നെയിം മാത്രം എന്തിനു കൊടുക്കുന്നു, നമ്മുടെ ഫേമിന്
കൊടുക്കുന്നു. ഓക്കെ, അപ്പം നോട്ട് ഹാവ് എനി റിയൽ ഇൻട്രസ്റ്റ് ഇൻ ദി ബിസിനസ്. ആ ഒരു ഇൻഡിവിജ്വലിന് ആ ഒരു ഫേമിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. എന്നാൽ ബിസിനസ്സിൻ്റെ റെപ്യൂട്ടേഷന് വേണ്ടിയിട്ട്, ഓക്കെ, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാളെ അതിൻ്റെ ഹെഡായിട്ട് വെക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്. അങ്ങനെ വെക്കുകയാണെങ്കിൽ ആ ഒരു പേഴ്സണെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോമിനൽ പാർട്ട്ണർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് നോമിനൽ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട്ണർ ഹു അലോ യൂസ് ഹിസ് ഓർ നൈം ടു ബി അസോസിയേറ്റഡ് വിത്ത് ദി ഫേം. ഓക്കെ, അപ്പോൾ അയാളുടെ ആ ഒരു നൈം എന്ന് പറയുന്നത് ആ ഒരു ഫേമുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ വേണ്ടി സമ്മതിക്കുന്ന പാർട്ട്ണറെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പറയുന്ന വ്യക്തിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോമിനൽ പാർട്ട്ണർ എന്ന് പറയുന്നത്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ്, അവിടുത്തെ ബിസിനസ്സിൻ്റെ റെപ്യൂട്ടേഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേഷൻ ഒന്നുമില്ല, അതുപോലെ തന്നെ പ്രോഫിറ്റും ലോസും ഒന്നും ഷെയർ ചെയ്യുന്നില്ല. ബട്ട് എന്താണ്, എന്തെങ്കിലും ഒരു ലോസ് ഉണ്ടായാൽ ആര് ലൈബിളാണ്, തേർഡ് പാർട്ടിയിട്ട് ആര് ലൈബിളായിരിക്കും, ആ ഒരു നോമിനൽ പാർട്ട്ണർ ലൈബിളായിരിക്കും. ഓക്കെ, അതാണ് നാലാമത്തെ പാർട്ട്ണർ എന്ന് പറയുന്നത്. ഈ അഞ്ചാമത്തതാണ് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ എസ്റ്റോപ്പിൾ എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് എന്ന് നടിക്കുന്നയാൾ. ഓക്കെ, അങ്ങനെ ആക്ട് ചെയ്യുന്ന ആൾ. അപ്പോൾ ഒരു പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഈസ് എ ഹിസ് ഓർ ഹെർ ഓൺ ഇനിഷ്യേറ്റീവ് കണ്ടക്ട് ഓർ ബിഹേവിയർ ഗീവ് ആൻ ഇംപ്രഷൻ ടു അതേഴ്സ് ദാറ്റ് ഹി ഓർ ഷീ ഈസ് എ പാർട്ട്ണർ ഓഫ് എ ഫേം. അപ്പോൾ എന്താ, ഒരു വ്യക്തിയുടെ വാക്കുകൾ കൊണ്ടോ അവരുടെ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാൾക്ക് തോന്നുകയാണ് ആ ഒരു വ്യക്തി ആ ഫേമിലെ പാർട്ട്ണറാണ് എന്ന്. ഓക്കെ, അതുപോലെ അങ്ങനെ തോന്നുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, പാർട്ട്ണർ ബൈ എസ്റ്റോപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു എസ്റ്റോപ്പിൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ നടിക്കുന്ന ആ വ്യക്തി ഒരിക്കലും അവിടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അവിടുത്തെ മാനേജ്മെൻറ്റിൽ ഒരു പാർട്ടിസിപ്പേഷനും ഇല്ല. അതുപോലെ അയാൾക്ക് പ്രോഫിറ്റോ ലോസോ ഒന്നും അയാൾ ആ ഒരു പാർട്ണർഷിപ്പിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതും ഇല്ല. അങ്ങനെയുള്ള വ്യക്തികളെയാണ് എന്തെന്ന് പറയുന്നത്, പാർട്ട്ണർ ബൈ എസ്റ്റോപ്പിൾ എന്ന് പറയുന്നത്. ബട്ട് എന്തെങ്കിലും ഒരു ഡെപ്റ്റ് ഉണ്ടായാൽ ആര് ലൈബിളാണ്, പാർട്ട്ണർ ബൈ എസ്റ്റോപ്പിൾ ലൈബിളാണ്. ഇനി ആറാമത്തെ പാർട്ട്ണറാണ് പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് വെച്ചാൽ പാർട്ട്ണറാണ് എന്ന് നിഷേധിക്കാൻ പറ്റാത്ത ആളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പാർട്ണർഷിപ്പ് ഒരു വ്യക്തി ഒരു മറ്റൊരു പേഴ്സണെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് അദ്ദേഹം നമ്മുടെ പാർട്ണർഷിപ്പിലെ ഒരു മെമ്പറാണെന്ന്. എന്നാൽ ആക്ച്വലി ആ ഒരു വ്യക്തി എന്തല്ല, ആ ഒരു പാർട്ണർഷിപ്പിലെ മെമ്പർ അല്ല. എന്നാൽ ആ കേൾക്കുന്ന വ്യക്തിക്ക് അത് നിഷേധിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാൻ അവിടുത്തെ പാർട്ണർ അല്ലെന്ന് എന്ത് ചെയ്യുന്നില്ല, ഡിനേ ചെയ്യുന്നതുമില്ലെങ്കിൽ അങ്ങനെയുള്ള ആളിനെയാണ് എന്തെന്ന് പറയുന്നത്, പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ടിൻ്റെ മെയിൻ പോയിൻ്റ് എന്താണ്, ഡസ് നോട്ട് ഡിനേ വെൻ ഹിസ് ഓർ ഹെർ നൈം ഈസ് അസോസിയേറ്റഡ് വിത്ത് എ പാർട്ണർഷിപ്പ് ഫേം ബൈ എ തേർഡ് പാർട്ടി. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തി പറയാണ് പാർട്ണറാണെന്ന്, അപ്പോൾ നിഷേധിക്കാൻ പറ്റാത്ത ആ വ്യക്തിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഹീസ് എ ലൈബിൾ ഫോർ ദി ഡെപ്റ്റ് ഓഫ് ദി ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു ഡെപ്റ്റ് വന്നാൽ ആരെ കണക്ക്, നമ്മളെ എസ്റ്റോപ്പിൽ പറഞ്ഞ കണക്കും അല്ലെങ്കിൽ നോമിനൽ പാർട്ട്നേഴ്സിൽ പറഞ്ഞ കണക്കും ആര് ലൈബിളാണ്, ഈ പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്ന ആളും എന്തായിരിക്കും, ലൈബിളായിരിക്കും. പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേഷൻ ഒന്നുമില്ല, അതുപോലെ പ്രോഫിറ്റ് ലോസും ഒന്നും ഷെയർ ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള പാർട്ണറെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആക്റ്റീവ് പാർട്ണർ പറഞ്ഞു, സ്ലീപ്പിംഗ് അല്ലെങ്കിൽ ഡോർമൻറ്റ് പാർട്ണർ പറഞ്ഞു, സീക്രട്ട് പാർട്ണർ പറഞ്ഞു, നോമിനൽ പാർട്ണർ, അതുപോലെ തന്നെ എന്താണ് പാർട്ണർ ബൈ എസ്റ്റോപ്പിൾ, അതുപോലെ പാർട്ണർ ബൈ ഹോൾഡിംഗ്. ഓക്കെ, താങ്ക് യു.